ഇന്ത്യ US വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾ പിന്മാറുന്നെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ ഏപ്രിൽ മുതൽ ഇറക്കുമതി നിർത്തിയേക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറച്ചെന്ന നേരത്തെ വാർത്ത പുറത്തു വന്നിരുന്നു. അതേസമയം റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. റഷ്യൻ എണ്ണ നേരിട്ടോ പരോക്ഷമായോ വാങ്ങില്ലെന്ന ഉറപ്പു നൽകിയെന്ന് കാട്ടിയാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ 50% അധിക തീരുവ കഴിഞ്ഞ ദിവസം US വെട്ടിക്കുറച്ചത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ലെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ പിന്നോക്കം പോകുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനും ഇടയിൽ ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 30 മുതൽ 35% റഷ്യയിൽ നിന്നായിരുന്നു. ഡിസംബറോടെ ഇത് 25% താഴെയായി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, മാംഗ്ലൂർ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നീ കമ്പനികൾ റഷ്യൻ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഏപ്രിൽ മാസ ഓർഡർ നൽകിയിട്ടില്ലെങ്കിലും നയാറയ്ക്ക് തുടർന്നും റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകിയേക്കുമെന്നും വിവരമുണ്ട്. മാർച്ചിൽ ഇന്ത്യൻ കമ്പനികൾ പ്രതിദിനം 6 ലക്ഷം ബാരൽ എണ്ണ മാത്രമാകും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുക. കഴിഞ്ഞ വർഷം ജൂണിൽ 20 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിരുന്നതാണ് ഇത്രത്തോളം കുറയ്ക്കുന്നത്. എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ഇതുവരെ ഔദ്യോഗിക ഉത്തരവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും ഇറക്കുമതി കുറയ്ക്കാൻ അനൌദ്യോഗിക നിർദ്ദേശം ലഭിച്ചതായി വാർത്താ ഏജൻസി റിപ്പോർട്ടുകൾ ചെയ്യുന്നു. കഴിഞ്ഞയാഴ്ച നടന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രസമ്മേളനത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരുന്നു. 140 കോടി ഇന്ത്യക്കാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ സർക്കാരിന്റെ പരമപ്രധാനമായ കടമയാണ്. വിപണി സാഹചര്യങ്ങൾക്കും മാറുന്ന അന്താരാഷ്ട്ര സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുന്നത് ഇത് ഉറപ്പാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളതും എടുക്കാൻ പോകുന്നതെന്നും ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. മിക്ക ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണശാലകളും നിലവിലുള്ള കരാറുകൾ പൂർത്തിയാക്കുമെങ്കിലും പുതിയ ഓർഡറുകൾ നൽകില്ലെന്നാണ് വിവരം. US ഉപരോധങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം തന്നെ HPCL, MRPL, HMEL തുടങ്ങിയ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഏതാണ്ട് നിർത്തിയിരുന്നു. IOCയും BPCLും റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് നിലവിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാങ്ങൽക്കാരായ റിലയൻസ് ഇൻഡസ്ട്രീസ് 1.5 ലക്ഷം ബാരലിന്റെ അവസാന ഷിപ്മെന്റ് ലഭിക്കുന്നതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്നാണ് സൂചന. ഇതും US-ഉമായുള്ള കരാറുമായി ചേർന്ന് നിൽക്കുന്നു. എന്നാൽ നയാറ എനർജി ഇതിൽ നിന്ന് വേറിട്ട നിലപാടാണ് സ്വീകരിക്കുന്നത്. റോസ് നെഫ്റ്റിന് 49.13% ഓഹരിയുള്ള ഈ കമ്പനിക്ക് റഷ്യൻ ബന്ധം കാരണം യൂറോപ്യൻ യൂണിയന്റെയും UK-യുടെയും ഉപരോധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. മറ്റു വഴികളില്ലാത്തതിനാൽ ഉപരോധമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് റഷ്യൻ എണ്ണ വാങ്ങാൻ അവർ നിർബന്ധിതരാവുകയാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെ തുടർന്ന് റോസ് നെഫ്റ്റിൽ നിന്നും ലാക്കോയിലിനും ഉള്ളിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 മെയ് മാസത്തിൽ പ്രതിദിനം 21 ലക്ഷം ബാരലായിരുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ 12 ലക്ഷമായും ജനുവരിയിൽ 11 ലക്ഷമായും കുറഞ്ഞു. ഇറക്കുമതി ഉടൻ തന്നെ 10 ലക്ഷം ബാരൽ താഴെ എത്തുമെന്നാണ് കരുതുന്നത്. അടുത്തിടെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യ തിരശ്ശീലയിടുന്നത്. കുറഞ്ഞ ചിലവിൽ പലവിധ ആനുകൂല്യങ്ങളോടെയായിരുന്നു ഇക്കാലം അത്രയും ഇന്ത്യക്ക് റഷ്യൻ എണ്ണ നൽകിയിരുന്നത്. എന്നാൽ US പിന്തുണയോടെ വെനസ്വേല എണ്ണയാവും ഇന്ത്യ വാങ്ങുക. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത്. 2025 ഡിസംബറിലെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 38 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കാണ് ഇറക്കുമതി എത്തിയിരുന്നത്. റഷ്യയെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ പുതിയ നയമാണ് ഇതിന് പിന്നിൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.